അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൂറുൽ അബ്സ്വാർ സബക്ക് 35. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വലാ യുഅദറു അഹദും മിൻ അഹ്ലി ഫർളിസ് സ്വലാത്തി. നിസ്കാരത്തിൻ്റെ ഫർളിൻ്റെ അഹ്ലുകാരിൽ നിന്ന് ഒരാൾക്കും ഉദ്ർ നൽകപ്പെടൂല, കാരണം നൽകപ്പെടൂല. പി തഅഖീരിഹ, ആ നിസ്കാരം പിന്തിക്കുന്നതിൽ അനിൽ വക്തിനെ തൊട്ട് ഒരാൾക്കും വക്തിനെ തൊട്ട് പിന്തിക്കാൻ അവസരമല്ല. ആർക്കും ഒഴിക്കെ ഇല്ലാ നായിമുൻ, നായിമിനൊഴികെ, ഉറങ്ങിയവനൊഴികെ. ഒരാൾ ഇശാസ്കാരം കഴിഞ്ഞ് സുബൈക്ക് നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച് അലാറൊക്കെ വെച്ച് കിടന്നുറങ്ങി. എനിക്കെല്ലാം ഉറപ്പുണ്ട് എന്ത് ഞാൻ എണീക്കും, അലാറൊക്കെ വെച്ചിട്ടുള്ള എണീക്കും. പക്ഷേ ഏതൊരു സാഹചര്യത്തിൽ രാവിലെ 8 മണിക്ക് അറിഞ്ഞത്, കാരണം അലാറം കേട്ടില്ല, അല്ലെങ്കിൽ എണീറ്റില്ല. ഓ നായിമാണല്ലോ, അതുകൊണ്ട് ആഖിറത്തിൽ ഇവൻ കുറ്റക്കാരനല്ല. നായിമൊഴിക്കെ ഔ നാസിൻ, അല്ലെങ്കിൽ മറന്നവനൊഴിക്കെ, മറന്നു. ഒരു കല്യാണത്തിനോ സൽക്കാരത്തിലോ ഫംഗ്ഷനിലൊക്കെ പങ്കെടുത്തു. ഇവർക്ക് നിസ്കരിക്കുന്ന ബോധമൊക്കെ ഉണ്ട്, പക്ഷേ ആ തിരക്കിൻ്റെ ഇടയിൽ അസ്ർബാങ്ക് കൊടുത്തപ്പോൾ റബ്ബി ഞാൻ ളുഹ്ർ നിസ്കരിച്ചില്ലല്ലോ, കാരണം മറന്നവനാണ്. അവൾക്ക് നാളെ ആഖിറത്തൊന്നും ഉണ്ടാവില്ല, കുറ്റക്കാരനാവില്ല. ഔ അല്ലെങ്കിൽ ഒരുത്തനൊഴികെ അഖറലി അജലിൽ ജംഇൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്തിച്ചു, അങ്ങനത്തെ ഒരുത്തനൊഴികെ ളുഹ്ർ അസ്റും ജമാക്കാലോ. അപ്പോൾ ളുഹ്റിൻ്റെ സമയത്ത് നീയത്ത് വെച്ചു, അസർ പിന്തിച്ച് ജമ്മാക്കാന്ന്, അസറിലേക്ക് പിന്തിച്ച് ജമ്മാക്കാൻ നീയത്ത് വെച്ചു. അങ്ങനത്തെ ഒരുത്തനും ആഖിറത്തിൽ കുറ്റക്കാരനാവില്ല. ഇങ്ങനത്തെ 3 ആളുകൾ, നായിമ്, നാസി, ജമ്മിൻ്റെ ആവശ്യത്തിന് വേണ്ടി പിന്തിച്ച്, ഇവർക്കൊഴികെ വക്തിനെ തൊട്ട് വക്തിനെ തൊട്ട് നിസ്കാരത്തിൽ പിന്തിക്കാനേ പാടില്ല. അടുത്ത മസല, വലോ ഖാഫൽ മുഹരിമു ഫൗത്തൽ ഉഖൂബി. ഒരു ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആൾ പേടിച്ചാൽ, ഒരു മുഹരിമ് പേടിച്ചാൽ, ഫൗത്തൽ ഉഖൂബി, അറഫയിൽ നൃത്തത്തെ നഷ്ടപ്പെടലിനെ പേടിച്ചാൽ, ലോ സ്വല്ല, ഇവൻ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ, ഇവന് ഇശാ നിസ്കരിക്കാതെ ഇങ്ങനെ അറഫയിൽ നിൽക്കാൻ വേണ്ടി ഭയങ്കര യാത്രയിലാണ്, നടക്കുകയാണ്, അല്ലെങ്കിൽ ഓടുകയാണ്, അല്ലെങ്കിൽ ബൈക്കാണ്, കാറാണ്, എന്താവട്ടെ, അറഫയിൽ നിൽക്കാൻ വേണ്ടി ഭയങ്കര ഓട്ടാണ്. എപ്പോൾ എത്തണം? സുബൈ ബാങ്ക് കൊടുക്കുമ്പോൾ അറഫയിൽ നിൽക്കണം, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ആ കൊല്ലത്ത് അയച്ചിട്ടില്ല. അപ്പോൾ അഥവാ ഈ യാത്രയിൽ വൈക്ക് പോയി ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ, പള്ളിയിൽ സൗകര്യമൊക്കെ ആ ടൈമിൽ ഇശാ നിസ്കരിക്കുകയാണെങ്കിൽ അറഫയിൽ നിൽക്കാൻ കഴിയില്ല. ആ ടൈം മുമ്പാടെ വേസ്റ്റ് ആയി കഴിഞ്ഞാൽ ആ കൊല്ലത്തെ ഹജ്ജ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയങ്കര ഓട്ട. ഇങ്ങനത്തെ വ്യക്തി എന്ത് ചെയ്യണം? അഖറഹ, ഇശാനെ പിന്തിക്കണം. അഥവാ ഇശാ നിസ്കരിച്ച് കഴിഞ്ഞാൽ അറഫയിൽ നിൽക്കാൻ കഴിയൂല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അഖറഹ, ഇശാനെ അവൻ പിന്തിക്കണം, നിർബന്ധ. വാതറക്കൽ ഉഖൂഫ, ആ അറഫയിൽ നൃത്തത്തെ എന്ത് ചെയ്യണം? അവൻ എത്തിക്കുകയും ചെയ്യണം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത് നോക്കുക, അവനൊരുത്തൻ ജഹദ ഉജൂബ സ്വലാത്തി, നിസ്കാരത്തിൻ്റെ ഉജൂബിനെ നിഷേധിച്ചാൽ, നിസ്കാരം നിർബന്ധമൊന്നുമില്ല, ഇസ്ലാമിൽ നിർബന്ധമേ ഇല്ല എന്ന് ഒരാൾ നിഷേധിച്ചാൽ എന്ത് ചെയ്യണം? കഫറ, അവൻ കാഫിറായി, അവിശ്വാസിയായി, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. എന്നിട്ടോ വഖുത്തില ബി കുഫ്രിഹി, അവൻ്റെ കുഫർ കാരണമായി അവനെ ഖത്ല ചെയ്യപ്പെടണം, കൊല്ലപ്പെടണം. ഇനി വമൻ ഒരുത്തൻ തറക്ക സ്വലാത്ത, നിസ്കാരത്തെ ഉപേക്ഷിച്ചാൽ കസരൻ, മടിയായ നിലയിൽ മടിയനായിക്കൊണ്ട് നിസ്കാരത്തെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ മഴത്തിക്കാരി ഉജൂബിയ, നിസ്കാരത്തിൻ്റെ ഉജൂബൊക്കെ വിശ്വസിക്കലോടുകൂടെ, നിസ്കാരത്തിൻ്റെ ഉജൂബൊക്കെ നല്ല യഖീനോടെ എത്തിക്കാതോടുകൂടി തന്നെ അവൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ മടിയാണ്. നമ്മൾ ചെറുപ്പക്കാരെ മരിക്കേ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര ഉപേക്ഷിച്ചു? എത്താ ഖറജ വക്തുഹ, ആ നിസ്കാരത്തിൻ്റെ വക്ത് പുറപ്പെടുന്നത് വരെ. മാത്രമല്ല വഖത്തുല്ലതി തുജ്മഉ മഹ, ആ നിസ്കാരത്തിൻ്റെ ജമ്മാക്കപ്പെടുന്നതോടു കൂടിയായ ആ വക്ത് പുറപ്പെടുന്നത് വരെയും എന്ത് ചെയ്തു? ഈ ചങ്ങായി ഉപേക്ഷിച്ചു. ഇപ്പോൾ ളുഹറാണെങ്കിൽ അസർ ബാങ്ക് കൊടുത്ത് വെച്ചാൽ എന്ത് ചെയ്യൂല, അവനെ വധിക്കപ്പെടില്ല. ളുഹറും അസറും തമ്മിൽ ജമ്മാക്കപ്പെടുമ്പോൾ ഇതുവരെ പിന്തിക്കുക. മരുബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടൈം കഴിഞ്ഞല്ലോ. അപ്പോൾ മരുബാങ്ക് കൊടുക്കുന്നത് വരെ എന്ത് ചെയ്യും? അവനെ കാത്തിരിക്കും. മരുബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുക? അവനെ വധിക്കപ്പെടും. എന്തുകൊണ്ട്? ഖുത്തില ബി സൈഫ് കൊണ്ട് എന്ത് ചെയ്യും? വധിക്കപ്പെടും. വയുസലു, അവനെ കുളിപ്പിക്കപ്പെടണം. വയുസല അലൈഹി, അവൻ്റെ മേൽ വയ്യത്തസ്കരിക്കപ്പെടണം. വയുദോഫന ഫി മക്കാബിൽ മുസ്ലിമീങ്ങളുടെ പൊതുശ്മശാനത്തിൽ മക്കബറയിൽ എന്ത് ചെയ്യണം? മറവാടപ്പെടുക ചെയ്യണം. അവരുടെ കൂടെ മറവാടപ്പെടുക ചെയ്യും. വലായുത്തമസു കബറുഹു, അവൻ്റെ കബർ മായ്ക്കപ്പെടേണ്ടതൊന്നുമില്ല, അവൻ്റെ കബർ മായ്ക്കപ്പെടുക. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തിയോട് ജീവിച്ചിട്ടില്ല എന്നറിയാക്കാൻ വേണ്ടി ആകെ മോഹിച്ച ഇവിടെ ഒരു കബറിനില്ലാത്ത രൂപത്തിൽ ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് അവിടെ ബക്ര മുഅത്തല ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.